Hi students, welcome back to my channel Simple Learning Academy. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോൺ വിന്യാസം അഥവാ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. അപ്പോൾ ഓരോ എലമെൻറ്റിൻ്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതാൻ പഠിക്കണം. അപ്പോൾ എന്താണ് ഇലക്ട്രോൺ വിന്യാസം അഥവാ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? നമുക്കറിയാം ആറ്റത്തിനകത്ത് ഒത്തിരി സബ്ഷെല്ലുകളുണ്ട്. 1s, 2s, 2p അങ്ങനെ കുറേ സബ്ഷെല്ലുകളുണ്ട്. ഈ സബ്ഷെല്ലുകളെ അവയുടെ ഊർജം കൂടി വരുന്ന രീതിയിൽ അല്ലെങ്കിൽ എന്താ പറയുന്നത് ഊർജത്തിന് എനർജി കൂടി വരുന്ന രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അനുസരിച്ചാണ് അല്ലെങ്കിൽ ഈ ഒരു അറേഞ്ച്മെൻറ്റ് അനുസരിച്ചാണ് നമ്മൾ ഓരോ സബ്ഷെല്ലിലും ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യും. അവയുടെ എനർജി കൂടി വരുന്ന രീതിയിൽ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നതാണ്. ആദ്യം എഴുതുന്ന ഷെല്ലാണ് 1s. 1s ലെസ് ദാൻ 2s, ലെസ് ദാൻ 2p, ലെസ് ദാൻ 3s, ലെസ് ദാൻ 3p, ലെസ് ദാൻ 4s, ലെസ് ദാൻ 3d, ലെസ് ദാൻ 4p. അപ്പോൾ ഈ ഒരു ഓർഡറിലാണ് നമ്മൾ ഇലക്ട്രോൺ വിന്യാസം അഥവാ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പോകുന്നത്. ഈ ഇലക്ട്രോൺ വിന്യാസത്തിൽ ഏറ്റവും എനർജി കുറഞ്ഞ ഷെല്ല് 1s ആണ്. 1sന് ശേഷം എനർജി കൂടിയത് 2s ആണ്. 2s കഴിഞ്ഞിട്ട് 2p, 2p കഴിഞ്ഞ് 3s, 3s കഴിഞ്ഞിട്ട് 3p. ഇപ്പോൾ 3p കഴിഞ്ഞിട്ട് അടുത്ത ഷെല്ല് 3d അല്ല വരുന്നത്. 3dയേക്കാളും എനർജി കുറവായ സബ്ഷെല്ലാണ് 4s. അപ്പോൾ 4s കഴിഞ്ഞിട്ട് വേണം 3d എഴുതാൻ. ഇനി നമുക്കറിയാം ഓരോ സബ്ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഇപ്പോൾ എസ് സബ്ഷെല്ലാണ് എടുക്കുന്നതെങ്കിൽ എസ് സബ്ഷെല്ലിൽ മാക്സിമം 2 ഇലക്ട്രോൺസിനെ ഉൾക്കൊള്ളാൻ കഴിയും. ഇനി പി സബ്ഷെല്ലിൽ മാക്സിമം 6 ഇലക്ട്രോൺസ് പറ്റും. ഡി സബ്ഷെല്ലിൽ മാക്സിമം 10 ഇലക്ട്രോൺസ്. എഫ് സബ്ഷെല്ലിൽ മാക്സിമം 14 ഇലക്ട്രോൺസ്. അതായത് 4 വീതം കൂട്ടി പോയാൽ മതി. അപ്പോൾ എസ് സബ്ഷെല്ലിൽ 1s എടുക്കുമ്പോൾ ഇപ്പം 1s ഓർബിറ്റലാണ് എടുക്കുന്നതെങ്കിൽ മാക്സിമം 2 ഇലക്ട്രോൺസ് പറ്റും. അതായത് ഒന്നെങ്കിൽ 1sൽ 1 ആകാം അല്ലെങ്കിൽ 1sൽ 2 ഇലക്ട്രോൺസ് ആകാം. ഇനി പി ആണ് എടുക്കുന്നതെങ്കിൽ പിയിൽ മാക്സിമം 6 ഇലക്ട്രോൺ പറ്റും. ഡി ആണ് എടുക്കുന്നതെങ്കിൽ മാക്സിമം 10 ഇലക്ട്രോൺ. എഫ് ആണ് എടുക്കുന്നതെങ്കിൽ മാക്സിമം 40 ഇലക്ട്രോൺസിനെ അതിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ കഴിയും. ഇനി നമുക്ക് ഓരോ എലമെൻസിൻ്റെയും ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം. ഓക്കെ, ആദ്യത്തെ എലമെൻ്റ് ഏതാണ്? ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ്റെ സിമ്പൽ H എന്നാണ്. ഫസ്റ്റ് എലമെൻറ്റ് ഹൈഡ്രജനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് 1H എന്നാണ്. ഈ 1 എന്താണ്? ഇത് അറ്റോമിക് നമ്പറാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് അറ്റോമിക് നമ്പറാണ്. നമുക്കറിയാം അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ഒരു എലമെൻറ്റിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് അതിനകത്ത് കാണുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസിന് ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ 1 ആയതുകൊണ്ട് ഹൈഡ്രജനിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? ഒരൊറ്റ ഇലക്ട്രോണേ ഉള്ളൂ. അതുകൊണ്ട് ഹൈഡ്രജൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആദ്യം നമുക്ക് ആദ്യത്തെ ഷെൽ ഏതാണ്? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s. ഹൈഡ്രജനകത്ത് 1 ഇലക്ട്രോണേ ഉള്ളൂ. അപ്പം 1sനകത്ത് എത്ര ഇലക്ട്രോൺ കാണും? ആ 1 ഇലക്ട്രോൺ നമ്മൾ മുകളിൽ എഴുതി കൊടുക്കണം. അപ്പോൾ ഹൈഡ്രജൻ്റെ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത് 1s1. ഇതിനെ വായിക്കുന്നത് 1s1 എന്നായിരിക്കും. അപ്പോൾ ഹൈഡ്രജനിൽ കാണുന്ന ഒറ്റ സബ്ഷെല്ലാണ് 1s. 1sനകത്ത് അതിൻ്റെ 1 ഇലക്ട്രോൺ വന്ന് ഇരിക്കും. നമുക്ക് ഹീലിയത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതാം. അപ്പോൾ ഹീലിയത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് He എന്നാണ്. ഹീലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 2 ആണ്. ഹീലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 2 ആയതുകൊണ്ട് ഹീലിയത്തിൽ കാണുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നതും 2 തന്നെയായിരിക്കും. 2 കാരണം എന്താ? അറ്റോമിക് നമ്പറും നമ്പർ ഓഫ് ഇലക്ട്രോൺസും എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഇനി ഹീലിയത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ ചോദിച്ചാൽ ആദ്യം കാണുന്ന സബ്ഷെല്ല് ഈ ഒരു ഓർഡറിൽ ആദ്യം വരുന്ന ഏറ്റവും എനർജി കുറഞ്ഞ സബ്ഷെല്ല് 1s ആണ്. എസിനകത്ത് എത്ര ഇലക്ട്രോണിനെ കൊണ്ടുവരാൻ പറ്റും? 2 ഇലക്ട്രോൺസിനെ പറ്റും. അതുകൊണ്ട് ഈ ഹീലിയത്തിൽ കാണുന്ന 2 ഇലക്ട്രോൺസും 1s സബ്ഷെല്ലിൽ പോകും. അപ്പോൾ ഹീലിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അഥവാ ഇലക്ട്രോൺ വിന്യാസം ചോദിച്ചാൽ 1s2 എന്നായിരിക്കും. ഇനി നമുക്ക് കുറച്ചുകൂടെ കൂടിയ അറ്റോമിക് നമ്പറുള്ള എലമെൻ്റ് എടുക്കാം. ഇപ്പം എക്സാമ്പിൾ നൈട്രജൻ്റെ അറ്റോമിക് നമ്പർ 7 ആണ്. അപ്പം നൈട്രജൻ എടുത്തു. നൈട്രജനെ N എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അറ്റോമിക് നമ്പർ 7 ആണ്. അപ്പോൾ നൈട്രജൻ്റെ അറ്റോമിക് നമ്പർ 7 ആയതുകൊണ്ട് നൈട്രജനിൽ കാണുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസും എത്രയായിരിക്കും? 7 തന്നെയായിരിക്കും. അതായത് അറ്റോമിക് നമ്പർ ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ്.
ഇനി നൈട്രജനകത്ത് ടോട്ടൽ 7 ഇലക്ട്രോൺസ് ഉണ്ട്. ഈ 7 ഇലക്ട്രോൺസിനെ നമുക്ക് ഈ ഒരു ഓർഡറിൽ ഫില്ല് ചെയ്യണം. അപ്പോൾ ആദ്യം കാണുന്ന സബ്ഷെൽ ഏതാണ്? 1s സബ്ഷെല്ലാണ്. 1sൽ എത്ര ഇലക്ട്രോൺ പോകും? 2 ഇലക്ട്രോണിനെ പറ്റും. അപ്പം 7ൽ നിന്ന് 2 ഇലക്ട്രോൺ പോയാൽ ബാലൻസ് 5 ഇലക്ട്രോൺ ഉണ്ട്. ബാലൻസ് 5 ഇലക്ട്രോൺസ്. ഇനി 1s കഴിഞ്ഞിട്ടുള്ള അടുത്ത സബ്ഷെൽ ഏതാണ്? 2s. നമ്മൾ 2s എടുത്തു. ഇവിടെ ടോട്ടൽ 5 ഇലക്ട്രോൺ ഉണ്ട്. 5 ഇലക്ട്രോണിലെ 2 ഇലക്ട്രോൺ എവിടെ പോകും? 2sൽ പോകും. കാരണം എസ്സിൽ മാക്സിമം 2 ഇലക്ട്രോണിന് പറ്റും. അപ്പം 1s to 2s2 എന്നായി. ഈ 5 ഇലക്ട്രോൺസിലെ 2 എണ്ണം പോയാൽ ബാക്കി എത്ര ഇലക്ട്രോൺ ഉണ്ട്? 3 ഇലക്ട്രോൺ ബാലൻസ് ഉണ്ട്. അപ്പോൾ 2s കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത സബ്ഷെല്ല് 2p ആണ്. ആ 2pയിലായിരിക്കും ഈ ബാക്കി വരുന്ന 3 ഇലക്ട്രോൺസ് വരുന്നത്. കാരണം പി സബ്ഷെല്ലിൽ മാക്സിമം 6 ഇലക്ട്രോൺസ് പറ്റും. അപ്പോൾ നമുക്കിവിടെ 3 ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്താൽ മതി. അപ്പോൾ 2pയിൽ ബാലൻസ് വന്ന 3 ഇലക്ട്രോൺ വന്ന് ഫില്ല് ചെയ്യും. അപ്പോൾ നൈട്രജൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p 3 എന്നായിരിക്കും. നിയോണിൻ്റെ അറ്റോമിക് നമ്പർ നിയോണിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് NE എന്നാണ്. നിയോണിൻ്റെ അറ്റോമിക് നമ്പർ 10 ആണ്. അപ്പം നമ്മളൊരു 1 to 30 വരെയുള്ള എലമെൻറ്റ്സ് കാണാതെ പഠിച്ചു വെക്കണം ഈ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാൻ. അപ്പം നിയോണിൻ്റെ അറ്റോമിക് നമ്പർ 10 ആണ്. അപ്പം നിയോണിൽ കാണുന്ന ഇലക്ട്രോൺസ് എത്ര എണ്ണമാണ്? ഇലക്ട്രോൺസ് ഈക്വൽ ടു 10 തന്നെയായിരിക്കും. ഇനി ഈ 10 ഇലക്ട്രോൺസിനെ നമ്മൾ ഇതിൽ ഫില്ല് ചെയ്യണം. അപ്പോൾ നോക്കിയാൽ ആദ്യത്തെ സബ്ഷെൽ ഏതാണ്? 1s. 1sനകത്ത് 10 ഇലക്ട്രോൺസിലെ 2 എണ്ണം 1sൽ വരും. കാരണം എസ്സിൽ മാക്സിമം 2 ഇലക്ട്രോൺ വന്ന് ഫില്ല് ചെയ്യാൻ പറ്റും. ഇവിടുന്ന് ഇവിടെ ടോട്ടൽ 10 ഇലക്ട്രോൺസ് ഉണ്ടായിരുന്നു. 10 ഇലക്ട്രോൺസിലെ 2 എണ്ണം 1sൽ വന്നു. ഇനി ബാക്കി എത്ര എണ്ണം ഉണ്ട്? 8 ഇലക്ട്രോൺസ് ഉണ്ട്. ഈ 8 ഇലക്ട്രോൺസിലെ 2 എണ്ണം അടുത്ത സബ്ഷെല്ലായ 1s കഴിഞ്ഞിട്ട് വരുന്ന സബ്ഷെൽ ഏതാണ്? 2s. ഇപ്പോൾ 2sൽ അടുത്ത 2 ഇലക്ട്രോൺസ് വന്ന് ഫില്ല് ചെയ്യും. ഇനി ആ 2 ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ഇലക്ട്രോൺ ഉണ്ട്? 6 ഇലക്ട്രോൺസ് ഉണ്ട്. മാക്സിമം ബാലൻസ് 6 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ 2s കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത സബ്ഷെല്ലാണ് 2pയിൽ. നമുക്കറിയാം പി സബ്ഷെല്ലിൽ മാക്സിമം 6 ഇലക്ട്രോണിനെ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 2pയിൽ ഈ ബാലൻസ് വന്ന 6 ഇലക്ട്രോൺ എവിടെ വരും? 2pയിൽ വരും. അപ്പം നിയോണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 1s2 2s2 2p 6 എന്നായിരിക്കും. ആർഗണിൻ്റെ അറ്റോമിക് നമ്പർ ആർഗണിൻ്റെ അറ്റോമിക് നമ്പർ 18 ആണ്. ആർഗണിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് AR, അറ്റോമിക് നമ്പർ 18. അപ്പോൾ അറ്റോമിക് നമ്പർ 18 ആയതുകൊണ്ട് ആർഗണിൽ കാണുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസും 18 ആയിരിക്കും. അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആർഗൺ എന്ന് ചോദിച്ചാൽ 18 ആയിരിക്കും. ഇനി 18 ഇലക്ട്രോൺസിനെ നമുക്ക് ഫില്ല് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ സബ്ഷെൽ ഏതാണ്? ഏറ്റവും എനർജി കുറവായ 1s സബ്ഷെല്ല. അപ്പോൾ ആദ്യം 1s സബ്ഷെൽ എടുക്കണം. 18 ഇലക്ട്രോൺസ്, ടോട്ടൽ 18 ഇലക്ട്രോൺസ് ഉണ്ട്. 18 ഇലക്ട്രോൺസിൽ എസ്സിൽ മാക്സിമം ഫില്ല് ചെയ്യാൻ പറ്റുന്നത് 2 ഇലക്ട്രോൺ ആണ്. അപ്പോൾ ഇവിടുന്ന് 2 ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ ബാക്കി 16 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ആ പോയ 2 ഇലക്ട്രോൺ നമ്മുടെ 1sൽ വന്ന് ഫില്ല് ചെയ്യും. 1s കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത സബ്ഷെല്ലാണ് 2s. ഇനി 16 ഇലക്ട്രോണിലെ 2 ഇലക്ട്രോൺ 2sൽ വന്ന് ഫില്ല് ചെയ്യും. അപ്പോഴും എസ്സിനകത്ത് മാക്സിമം 2 ഇലക്ട്രോണിനെ പറ്റത്തുള്ളൂ. അപ്പം ബാക്കി എത്ര വരും? ബാക്കി 14 ഇലക്ട്രോൺസ് ഉണ്ട്. ഈ 14 ഇലക്ട്രോൺസിലെ അടുത്ത 2s കഴിഞ്ഞിട്ട് വരുന്ന സബ്ഷെല്ല് 2p ആണ്. 14 ഇലക്ട്രോൺസിലെ 6 ഇലക്ട്രോണ് 2pയിൽ വന്ന് ഫില്ല് ചെയ്യും. 2pയിൽ 6 എണ്ണത്തിന് ഫില്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 14ൽ നിന്ന് 6 ഇലക്ട്രോൺസ് പോകും. 6 ഇലക്ട്രോൺസ് പോയി കഴിഞ്ഞാൽ ബാക്കി വരുന്നത് 8 ഇലക്ട്രോൺസ് ഉണ്ട്. ഇനി 8 ഇലക്ട്രോൺസിനെ, അപ്പോൾ 2p കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത സബ്ഷെല്ലാണ് 3s. അപ്പോൾ ഈ 8 ഇലക്ട്രോൺസിലെ 2 ഇലക്ട്രോൺ എവിടെ പോകും? 3sൽ പോകും. എസ്സിൽ 2 എണ്ണത്തിനെ ഫില്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ. 2 എണ്ണം പോയി കഴിഞ്ഞാൽ ബാക്കി വരുന്നത് 6 ഇലക്ട്രോൺസ് ആണ്. ഈ 6 ഇലക്ട്രോൺസ് 3s കഴിഞ്ഞിട്ട് വരുന്ന 3pയിൽ 6 എണ്ണത്തിനെ ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ബാലൻസ് വന്ന 6 ഇലക്ട്രോണും 3pയിൽ പോവും. അപ്പം ആർഗണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചോദിച്ചാൽ 1s2 2s2 2p 6 3s2 3p 6 എന്നായിരിക്കും. അടുത്ത ഒരു എലമെൻ്റ് എടുക്കാം, സ്കാൻഡിയം എടുക്കാം. സ്കാൻഡിയത്തിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് SC എന്നാണ്. അറ്റോമിക് നമ്പർ 21 ആണ്.
അപ്പോൾ സ്കാൻഡിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ എങ്ങനെ എഴുതാം? ആദ്യം 1s. അപ്പോൾ ഈ ഒരു ഓർഡർ നമ്മൾ കാണാതെ പഠിച്ചു വയ്ക്കണം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അപ് ടു ഒരു 4p വരെയെങ്കിലും പഠിക്കണം. ഓക്കെ, സ്കാൻഡിയം ആദ്യത്തെ ഷെൽ ഏതാണ്? 1s. അപ്പോൾ 1sൽ എത്ര ഇലക്ട്രോണിനെ ഉൾക്കൊള്ളും? 2 ഇലക്ട്രോൺസിനെ ഉൾക്കൊള്ളും. അപ്പം 21 ഇലക്ട്രോൺസ് ഉണ്ടായിരുന്നു, മൊത്തത്തിൽ 21 ഇലക്ട്രോൺസ് ഉണ്ടായിരുന്നു. 21ലെ 2 ഇലക്ട്രോൺസ് 1sൽ പോയി. ബാക്കി എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 19 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ 1s കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത സബ്ഷെൽ ഏതാണ്? 2s ആണ്. അപ്പോൾ 19 ഇലക്ട്രോണിലെ 2 ഇലക്ട്രോൺ ഇനി എവിടെ പോകും? 2sൽ പോകും. കാരണം മാക്സിമം എസ്സിൽ 2 എണ്ണത്തിന് ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പം 2 എണ്ണം പോയി കഴിഞ്ഞാൽ ബാക്കി 17 ഇലക്ട്രോൺസ് ഉണ്ട്. ബാക്കി 17 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ 2s കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത സബ്ഷെൽ ഏതാണ്? 2p ആണ്. നമുക്കറിയാം പിയിൽ മാക്സിമം 6 ഇലക്ട്രോണിന് വരാം. അപ്പോൾ ഈ 17 എണ്ണത്തിലെ 6 ഇലക്ട്രോൺ എവിടെ വരും? 2pയിൽ വരും. അപ്പോൾ 2pയിൽ 6 എണ്ണം പോയി കഴിഞ്ഞാൽ ബാക്കി 11 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ 2p കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത സബ്ഷെൽ ഏതാണ്? 3s ആണ്. അപ്പോൾ 3sൽ എസ്സിൽ എത്ര ഇലക്ട്രോണേ പറ്റത്തുള്ളൂ? 2 ഇലക്ട്രോണിനെ പറ്റത്തുള്ളൂ. അപ്പോൾ 11ൽ 2 ഇലക്ട്രോൺസ് പോയി. ബാക്കി എത്ര ഇലക്ട്രോൺ ഉണ്ട്? 9 ഇലക്ട്രോൺസ് ഉണ്ട്. ഇനി നോക്കിയേ, 3s കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത സബ്ഷെൽ ഏതാണ്? 3p ആണ്. അപ്പോൾ നമ്മൾ 3p സബ്ഷെൽ എടുത്തു. 3pയിൽ ബാലൻസ് 9 ഇലക്ട്രോൺ വന്നു. പിയിൽ എത്ര എണ്ണത്തിനെ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റൂ? 6 ഇലക്ട്രോണിനെ ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 9 ഇലക്ട്രോണിലെ 6 ഇലക്ട്രോൺ എവിടെ വരും? 3pയിൽ വരും. അപ്പോൾ 6 ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ഇലക്ട്രോൺ ഉണ്ട്? 3 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ 3p കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത ഈ ഓർഡറിൽ അടുത്ത സബ്ഷെൽ ഏതാണ്? 4s ആണ്. അപ്പോൾ നമ്മൾ 4s എടുത്തു. 4sനകത്ത് എസ്സിനകത്ത് മാക്സിമം 2 എണ്ണത്തിനെ പറ്റൂ. അപ്പോൾ ഈ 3 ഇലക്ട്രോൺ ഉള്ളതിലെ 2 ഇലക്ട്രോൺ എവിടെ വരും? 4sൽ വരും. അപ്പോൾ 3ൽ 2 പോയി കഴിഞ്ഞാൽ ബാലൻസ് എത്ര ഇലക്ട്രോൺ ഉണ്ട്? 1 ഇലക്ട്രോണേ ഉള്ളൂ. ആ 1 ഇലക്ട്രോൺ എവിടെ വരും? 4s കഴിഞ്ഞിട്ടുള്ള 3dയിൽ വരും. അപ്പോൾ എങ്ങനെയാണ് കോൺഫിഗറേഷൻ? 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d, 1 എന്നായിരിക്കും വരുന്നത്. ഇനി നമുക്ക് 26ാമത്തെ മൂലകമാണ് അയൺ. അയണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ നോക്കാം. ഓക്കെ, അയണിനകത്ത് അറ്റോമിക് നമ്പർ എത്രയാണ്? 26 ആണ്. അപ്പോൾ അയണിൽ കാണുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസും 26 ആയിരിക്കും. അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈക്വൽ ടു 26. ഇനി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. നോക്കിയേ, ആദ്യത്തെ സബ്ഷെൽ ഏതാണ്? 1s. അപ്പോൾ ഇനി എപ്പോഴും പറയേണ്ട കാര്യമില്ല, എസ്സിൽ എപ്പോഴും 2 ഇലക്ട്രോൺസിനെ പറ്റത്തുള്ളൂ. അപ്പോൾ ടോട്ടൽ എത്ര ഇലക്ട്രോൺ ഉണ്ടായിരുന്നു? 26 ഇലക്ട്രോൺസ് ഉണ്ടായിരുന്നു. 26 ഇലക്ട്രോൺസിലെ 2 ഇലക്ട്രോൺ 1sൽ പോയി. ബാക്കി എത്ര ഇലക്ട്രോൺ ഉണ്ട്? 24 ഇലക്ട്രോൺ ഉണ്ട്. ഇനി 24 ഇലക്ട്രോൺസിലെ 2 എണ്ണം അടുത്ത സബ്ഷെല്ലായ 2sൽ പോകും. അപ്പം 2s 2 എന്ന് വരും. അപ്പോൾ 2 ഇലക്ട്രോൺ പോയി, ബാക്കി 22 ഇലക്ട്രോൺസ് ഉണ്ട്. ഇനി 2s കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത സബ്ഷെൽ ഏതാണ്? 2p. നമുക്കറിയാം പിയിൽ മാക്സിമം 6 ഇലക്ട്രോൺസിന് പറ്റും. അപ്പോൾ 22 ഇലക്ട്രോൺസിലെ 6 എണ്ണം എവിടെ പോകും? നമ്മുടെ 2pയിൽ പോകും. 22ൽ 6 എണ്ണം പോയി കഴിഞ്ഞാൽ ബാക്കി 16 ഇലക്ട്രോൺസ് ഉണ്ട്. ഇപ്പോൾ ബാക്കി 16 എണ്ണം വന്നു. ഇനി 2p കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത സബ്ഷെൽ ഏതാണ്? 3s. അപ്പോൾ ഈ 16ൽ 2 ഇലക്ട്രോൺ 3sൽ പോകും. അപ്പോൾ ബാക്കി എത്ര ഇലക്ട്രോൺസ് വരും? 14 ഇലക്ട്രോൺസ് വരും. അപ്പം 3sൽ 2 എണ്ണം പോയി കഴിഞ്ഞാൽ ബാക്കി 14 ഇലക്ട്രോൺസ് ഉണ്ട്. ഇനി 3s കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത സബ്ഷെല്ലാണ് 3p. 3pയിൽ നമുക്കറിയാം എന്താണ്? പിയിൽ മാക്സിമം 6 എണ്ണത്തിനെ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ 14 ഇലക്ട്രോൺസ് ഉണ്ടായിരുന്നു. 14 ഇലക്ട്രോൺസിലെ 6 എണ്ണം 3pയിൽ പോയി. 6 എണ്ണം പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 8 ഇലക്ട്രോൺസ് ഉണ്ട്. ഇപ്പോൾ 8 ഇലക്ട്രോൺസ് വന്നു. അടുത്ത് നോക്കിയേ, 3p കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത സബ്ഷെല്ല് 4s ആണ്. നമ്മൾ 4s എടുത്തു. 4sനകത്ത് എത്ര ഇലക്ട്രോൺ പോകും? എസ്സിനകത്ത് 2 ഇലക്ട്രോൺസേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടുന്ന് 2 ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ ബാക്കി 6 ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, 4s കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത സബ്ഷെൽ ഏതാണ്? 3d ആണ്. അപ്പോൾ നമുക്കറിയാം ഡിയിൽ മാക്സിമം 10 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യാൻ പറ്റും. ഇവിടെ ബാലൻസ് എത്ര എണ്ണം വന്നു? 6 ഇലക്ട്രോൺസ് വന്നു. അപ്പോൾ എന്ത് ചെയ്യും? ഈ 6 ഇലക്ട്രോൺസും 3dയിൽ പോകും. അപ്പം അയണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചോദിച്ചാൽ 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d, 6 എന്നായിരിക്കും.
എഴുതുമ്പോൾ എപ്പോഴും പ്രത്യേകത കാണിക്കുന്ന രണ്ട് എലമെൻറ്റ്സ് ആണ് ക്രോമിയവും കോപ്പറും. ക്രോമിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 24 കോപ്പറിൻ്റെ 29 അപ്പോൾ നിങ്ങൾക്ക് ഇത് എക്സാമിന് ചോദിക്കുന്നത് അവർ തെറ്റായിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തരും, എന്നിട്ട് നമ്മളത് ശരിയാക്കി കൊടുക്കാൻ ചോദിക്കും. അപ്പോൾ ക്രോമിയവും കോപ്പറും ഒരു എക്സെപ്ഷണൽ കേസാണ്, നമ്മളത് ഓർത്ത് വയ്ക്കണം. ഓക്കെ, ക്രോമിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 24 അപ്പം ക്രോമിയത്തിൽ കാണുന്ന എത്ര ഇലക്ട്രോൺസ് ആണ്? 24 ഇലക്ട്രോൺസ് ആയിരിക്കും ഉള്ളത്. ഇനി ക്രോമിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ആദ്യത്തെ സബ്ഷെൽ ഏതാണ്? 1s. നമുക്കറിയാം ടോട്ടൽ 24 ഇലക്ട്രോൺസ് ഉണ്ട്. ആദ്യത്തെ സബ്ഷെല്ല് 1s ആണ്. 1sൽ എസ്സിൽ മാക്സിമം എത്ര ഇലക്ട്രോണിനെ ഫില്ല് ചെയ്യാൻ കഴിയും? 2 ഇലക്ട്രോൺസിന്. അപ്പോൾ 24ൽ നിന്ന് 2 ഇലക്ട്രോൺസ് എവിടെ പോകും? 1sൽ പോകും. ബാക്കി എത്ര ഇലക്ട്രോൺ ഉണ്ട്? 22 ഇലക്ട്രോൺസ് ഉണ്ട്. ഇനി 1s കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത സബ്ഷെൽ ഏതാണ്? 2s. നമുക്കറിയാം ആ 2sലും എത്ര ഇലക്ട്രോൺസേ പോകത്തുള്ളൂ? 2 ഇലക്ട്രോൺസേ പോകത്തുള്ളൂ. അപ്പോൾ 22ൽ നിന്ന് വീണ്ടും 2 ഇലക്ട്രോൺസ് പോയി ബാക്കി എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഇനി 20 ഇലക്ട്രോൺസ് ഉണ്ട്. ബാക്കി 20 ഇലക്ട്രോൺസ് ഉണ്ട്. ഇനി 2s കഴിഞ്ഞിട്ട് വരുന്ന സബ്ഷെൽ ഏതാണ്? 2p ആണ്. പിയിൽ മാക്സിമം 6 ഇലക്ട്രോൺസ് വരും. അപ്പോൾ 20ൽ നിന്ന് 6 ഇലക്ട്രോൺസ് എവിടെ ചെല്ലും? 2pയിൽ ചെല്ലും. അപ്പം ബാലൻസ് എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2pയിൽ 6 എണ്ണം പോയി ബാക്കി 14 ഇലക്ട്രോൺസ് ഉണ്ട്. ഇനി 2p കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത സബ്ഷെല്ല് 3s ആണ്. 3sൽ മാക്സിമം എത്ര ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യാൻ പറ്റും? 2 ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ 14 ഇലക്ട്രോൺസിലെ 2 എണ്ണം എവിടെ പോയി? 3sൽ പോയി. 2 എണ്ണം പോയി കഴിഞ്ഞാൽ ബാക്കി വരുന്നത് 12 ഇലക്ട്രോൺസ് ആണ്. എന്നൊക്കെ 12 ഇലക്ട്രോൺസിൽ 3s കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത സബ്ഷെല്ല് 3p ആണ്. നമുക്കറിയാം പിയിൽ മാക്സിമം 6 എണ്ണത്തിന് ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ 12ൽ നിന്ന് 6 ഇലക്ട്രോൺ എവിടെ വരും? നമ്മുടെ 3pയിൽ വരും. അപ്പോൾ 12 എണ്ണത്തിൽ 6 എണ്ണം 3pയിൽ പോയി. ബാലൻസിന് എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 6 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചു വെച്ച രീതിയിലാണെങ്കിൽ 3p കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത സബ്ഷെല്ല് 4s ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? 4sലാണെങ്കിൽ എസ്സിൽ മാക്സിമം 2 എണ്ണത്തിനെ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവിടെ എസ്സിൽ 2 എണ്ണം കൊടുക്കും. അങ്ങനെ 2 എണ്ണം കൊടുത്തു കഴിഞ്ഞാൽ ബാലൻസ് വരുന്നത് 4 ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ 4 ഇലക്ട്രോൺസിനെ എവിടെ കൊടുക്കും? 4s കഴിഞ്ഞിട്ട് വരുന്ന 3d4ൽ കൊടുക്കും. പക്ഷേ ഈ കോൺഫിഗറേഷൻ തെറ്റാണ്. ഇങ്ങനെ കോൺഫിഗറേഷൻ എഴുതരുത്. അതായത് 4s to 3d4 എന്നല്ല വരുന്നത്. എങ്ങനെയാണ് ക്രോമിയത്തിൻ്റെ വരുന്നത്? 1s to 2s to 2p6 3s to 3p6 4s1 3d5 എന്നാണ് ക്രോമിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. ഇതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ കാരണം എന്താ? നമുക്കറിയാം ഡിയിൽ പറഞ്ഞതാണ്, ഡിയിൽ മാക്സിമം എത്ര ഇലക്ട്രോൺസ് പറ്റും? 10 ഇലക്ട്രോൺസിനെ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. ഓക്കെ, 10 ഇലക്ട്രോൺസ് ഡിയിൽ വന്ന് നിറഞ്ഞിരുന്നാൽ അത് പൂർണ്ണമായി നിറഞ്ഞിരിക്കുന്ന സബ്ഷെല്ലാണ്. അല്ലെങ്കിൽ 10 ഇലക്ട്രോൺസ് വന്നാൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഫിൽഡ് സബ്ഷെല്ലാണെന്ന് പറയാം. ഇനി ഈ ഡിയിൽ 10 ഇലക്ട്രോൺസ് നിറഞ്ഞു. ഇനി 10ൻ്റെ പകുതി എത്രയാണ്? 5 ആണ്. അപ്പം ഡിയിൽ തന്നെ 5 ഇലക്ട്രോൺസ് വന്നിരുന്നാൽ നമ്മൾ അതിനെ പറയുന്നതാണ് ഹാഫ് ഫിൽഡ് സബ്ഷെല്ല്. എന്താ പറയും? ഹാഫ് ഫിൽഡ് സബ്ഷെല്ല്. അപ്പം നോക്കിയേ, ഡിയിൽ മാക്സിമം 10 ഇലക്ട്രോൺസ് പറ്റും. 10 ഇലക്ട്രോൺസ് വന്ന് നിറഞ്ഞിരിക്കുവാണെങ്കിൽ അതിനെ നമ്മൾ കംപ്ലീറ്റ്ലി ഫിൽഡ് സബ്ഷെൽ അല്ലെങ്കിൽ പൂർണ്ണമായി നിറഞ്ഞിരിക്കുന്ന സബ്ഷെൽ എന്ന് പറയും. 5 ഇലക്ട്രോൺസ് ആണ് വരുന്നതെങ്കിൽ 10ൻ്റെ പകുതി 5 ആയതുകൊണ്ട് നമ്മൾ അതിനെ ഭാഗികമായി നിറഞ്ഞിരിക്കുന്ന സബ്ഷെൽ അല്ലെങ്കിൽ ഹാഫ് ഫിൽഡ് സബ്ഷെൽ എന്ന് പറയും. ഇനി ഇങ്ങനെ ഡിയിൽ 5 അല്ലെങ്കിൽ ഡിയിൽ 10 അതായത് ഹാഫ് ഫിൽഡോ ഫുൾ ഫിൽഡോ കോൺഫിഗറേഷൻ വരുന്ന എലമെൻസിന് എപ്പോഴും സ്റ്റെബിലിറ്റി അഥവാ സ്ഥിരത എപ്പോഴും കൂടുതലായിരിക്കും. മറ്റുള്ള മൂലകങ്ങളെ അപേക്ഷിച്ച് D5 D10 കോൺഫിഗറേഷൻസ് വരുന്ന എലമെൻസിന് എപ്പോഴും എന്തായിരിക്കും? മറ്റുള്ള എലമെൻസിനേക്കാൾ സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും.
ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ക്രോമിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 4s2 3d4ൽ നിന്ന് 4s1 3d5 എന്ന് കൊടുത്തത്. ഇതെങ്ങനെ കൊടുക്കാം? ഇവിടെ 4sൽ 2 ഇലക്ട്രോൺ ഉണ്ട്. 2 ഇലക്ട്രോണിലെ ഒരു ഇലക്ട്രോണിനെ നമ്മൾ 3dയിലോട്ട് ജമ്പ് ചെയ്യിപ്പിച്ചാൽ എങ്ങനെയാവും? നമ്മൾ 3dയിലോട്ട് കൊടുത്താൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 4s1 3d5 എന്നാകും. അപ്പോൾ എന്ത് ചെയ്തു? 3d5 എന്ന് വന്നതുകൊണ്ട് ആ ഷെൽ എന്താണ്? നമുക്കറിയാം d5 എന്ന് വന്നാൽ അത് ഹാഫ് ഫിൽഡ് സബ്ഷെല്ലാണ്. ഹാഫ് ഫിൽഡ് സബ്ഷെല്ലാവുമ്പം അതിന് മറ്റുള്ള എലമെൻസിനേക്കാൾ സ്റ്റേബിൾ ആയിരിക്കും, അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. അതുകൊണ്ട് ക്രോമിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ ചോദിച്ചാൽ നമ്മൾ ഏതെഴുതണം? ഈ 4s1 3d5 എന്നുള്ള രീതിയിൽ വേണം എഴുതാൻ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ കൊണ്ട് നിങ്ങൾ ഒരു 1 മുതൽ 30 വരെയുള്ള എലമെൻറ്റ്സ് വിത്ത് അറ്റോമിക് നമ്പർ 1 മുതൽ 30 വരെ ആ കറക്റ്റ് ഓർഡറിൽ പഠിച്ചാൽ മതി. എലമെൻറ്റ്സ് കാണാതെ പഠിച്ചു വയ്ക്കണം. ഇനി അതേ രീതിയിൽ തന്നെ നമുക്ക് എന്തെഴുതാം? കോപ്പറിൻ്റെ നോക്കാം. കോപ്പറിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 29. കോപ്പറിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് Cu എന്നാണ്. അപ്പോൾ കോപ്പറിൽ കാണുന്ന ഇലക്ട്രോൺസ് എത്രയാണ്? 29 ആണ്. ഇനി നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. ടോട്ടൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 29 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ഷെൽ ഏതാണ്? 1s ആണ്. അപ്പോൾ നമ്മൾ 1s എഴുതി. 1sൽ എത്ര ഇലക്ട്രോൺ പോയി? 2 ഇലക്ട്രോൺ പോയി. അപ്പോൾ 29ൽ നിന്ന് 2 ഇലക്ട്രോൺ പോയാൽ ബാക്കി എത്രയുണ്ട്? 27 ഇലക്ട്രോൺസ് ഉണ്ട്. 27 ഇലക്ട്രോൺസിൽ 1s കഴിഞ്ഞിട്ട് വരുന്ന സബ്ഷെല്ല് 2s ആണ്. 27 ഇലക്ട്രോൺസിലെ അടുത്ത 2 ഇലക്ട്രോൺ എവിടെ പോകും? നമ്മുടെ 2sൽ പോകും. അപ്പോൾ എത്രയായി? ബാക്കി 25 ഇലക്ട്രോൺസ് ആയി. അടുത്ത 2s കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത സബ്ഷെൽ ഏതാണ്? 2p ആണ്. അപ്പോൾ 25, ഇപ്പോൾ ടോട്ടൽ 25 ഇലക്ട്രോൺസ് ഉണ്ട്. 25 ഇലക്ട്രോൺസിലെ നമുക്കറിയാം പിയിൽ മാക്സിമം എത്ര ഇലക്ട്രോൺസിന് ഫില്ല് ചെയ്യാൻ പറ്റും? 6 ഇലക്ട്രോൺസിന് ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 25 ഇലക്ട്രോൺസിലെ 6 ഇലക്ട്രോൺ എവിടെ വരും? നമ്മുടെ 2pയിൽ വരും. ബാക്കി എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 19 ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, 2p കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത സബ്ഷെൽ ഏതാണ്? 3s ആണ്. ഇനി 19 ഇലക്ട്രോൺസിലെ എസ്സിൽ എത്ര ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യാൻ കഴിയും? 2 ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യാൻ കഴിയും. അപ്പോൾ 19 ഇലക്ട്രോൺസിലെ 2 ഇലക്ട്രോൺ എവിടെ വരും? 3sൽ വരും. അപ്പോൾ 2 ഇലക്ട്രോൺസ് പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട്? 17 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ നോക്കിയേ, ഇനി 17 ഇലക്ട്രോൺസ് ഉണ്ട്. 3s കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത സബ്ഷെൽ ഏതാണ്? 3p ആണ്. അപ്പോൾ നോക്കിയേ, 3pയിൽ നമുക്കറിയാം മാക്സിമം എത്ര ഇലക്ട്രോൺസ് പറ്റും? 6 ഇലക്ട്രോൺസ് പറ്റും. കാരണം പിയിൽ 6 എണ്ണത്തിന് മാക്സിമം ഫില്ല് ചെയ്യാൻ പറ്റൂ. അപ്പോൾ 17ൽ നിന്ന് 6 എണ്ണം ഫില്ല് ചെയ്ത് പോയാൽ ബാക്കി എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 11 ഇലക്ട്രോൺസ് ഉണ്ട്. ഇനി നോക്കിയേ, 3p കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത ഷെൽ ഏതാണ്? 4s ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഫില്ല് ചെയ്യുന്ന രീതി അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? 11ന് എസ്സിൽ മാക്സിമം 2 ഇലക്ട്രോൺസിനെ പറ്റും. അപ്പോൾ 11ന് 2 എണ്ണം നമ്മൾ എവിടെ കൊടുക്കും? 4sൽ കൊടുക്കും. അപ്പോൾ 11ന് 2 എണ്ണം പോയാൽ ബാലൻസ് 9 ഇലക്ട്രോൺ ഉണ്ട്. ആ 9 ഇലക്ട്രോൺ 4s കഴിഞ്ഞിട്ട് വരുന്ന സബ്ഷെൽ ഏതാണ്? 3d ആണ്. അപ്പോൾ നമ്മൾ 3dയിൽ കൊണ്ട് ഈ 9 അങ്ങ് ഇട്ട് കൊടുക്കും. കാരണം മാക്സിമം ഡിയിൽ 10 എണ്ണം പറ്റും. അപ്പോൾ ഇവിടെ ബാലൻസ് 9 വന്നതുകൊണ്ട് 9 ഇട്ട് കൊടുത്തു. അപ്പോൾ കോപ്പർ എഴുതുമ്പം ഒരിക്കലും നമ്മൾ ഇങ്ങനെ എഴുതരുത്. ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തെറ്റാണ്. അതാണ് നമ്മൾ തൊട്ട് മുൻപ് പഠിച്ചത്. D5ഓ D10ഓ കോൺഫിഗറേഷൻസ് വരുന്ന എലമെൻസിന് എപ്പോഴും എന്തായിരിക്കും? സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ 4sൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ നമുക്ക് 3dയിലോട്ട് കൊടുക്കാം. കൊടുത്തു കഴിഞ്ഞാൽ 3dയിൽ എത്ര ഇലക്ട്രോൺ ആകും? 10 ഇലക്ട്രോൺ ആകും. അങ്ങനെ 10 ഇലക്ട്രോൺ ആക്കി കഴിഞ്ഞാൽ കോപ്പറിന് എന്തായിരിക്കും? സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അത് മറ്റുള്ള എലമെൻസിനേക്കാളും സ്റ്റേബിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ സ്റ്റേബിൾ ആക്കാൻ വേണ്ടി 4sൽ നിന്ന് ഓർബിറ്റലിൽ നിന്ന് 4sൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ ആർക്ക് കൊടുക്കും? 3dക്ക് കൊടുക്കും. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും? 1s2 2s2 2p6 3s2 3p6 4s1 3d10. അപ്പം എക്സാമിന് കോപ്പറും ക്രോമിയവും ചോദിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചെഴുതണം. കോപ്പർ ആകുമ്പം 4s1 3d10 നമ്മളതിനെ കംപ്ലീറ്റ്ലി ഫിൽഡ് ആക്കും സ്റ്റെബിലിറ്റി കൂട്ടാൻ വേണ്ടി. ക്രോമിയം ആകുമ്പോൾ 4s1 3d5 എന്ന് വരും. അതെന്താണ് അങ്ങനെ എഴുതുന്നത്? അതിനെ ഹാഫ് ഫിൽഡ്, D5 വന്നാൽ ഹാഫ് ഫിൽഡ് ആണ്. അതിനെപ്പോഴും സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും.
ഇനി നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സിമ്പിൾ ഫോമിൽ എഴുതുന്നതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ എക്സാമിൽ ചോദിക്കും ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ട് ഈ എലമെൻറ്റിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതാൻ അല്ലെങ്കിൽ ചുരുക്കി എഴുതാൻ ചോദിക്കും. അപ്പോൾ ചുരുക്കി എഴുതുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം പീരിയോഡിക് ടേബിളിലെ 18ാമത്തെ ഗ്രൂപ്പ് ആരാണ്? നമ്മൾ 18ാമത്തെ ഗ്രൂപ്പിനെ പറയുന്നത് എന്താണ്? നോബിൾ ഗ്യാസസ് അഥവാ വേറെ പേരെന്താണ്? അലസവാതകങ്ങൾ എന്ന് പറയും. നോബിൾ ഗ്യാസസ് അഥവാ അലസവാതകങ്ങൾ. അപ്പോൾ അതിൽ ഉൾപ്പെടുന്നത് ആരൊക്കെയാണ്? 18th ഗ്രൂപ്പിൽ ഒന്നാമത്തെ എലമെൻറ്റ് ഹീലിയമാണ്. ഹീലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 2. അടുത്തയാണ് നിയോൺ 10. അടുത്തയാണ് ആർഗൺ 18. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, ട്രെഡോൺ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഗ്രൂപ്പ് ഇങ്ങനെ പോകും. അപ്പോൾ നിങ്ങൾ ഒരു ആർഗൺ വരെ പഠിച്ചു വയ്ക്കണം. അപ്പോൾ നോക്കിയേ, ഫസ്റ്റ് എലമെൻറ്റ് ഹീലിയമാണ് നോബിൾ ഗ്യാസിലെ അറ്റോമിക് നമ്പർ 2, നിയോൺ 10, ആർഗൺ 18. ഇത് വെച്ചിട്ട് എങ്ങനെയാണ് സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതുന്നതെന്ന് നോക്കാം. അപ്പോൾ നോക്കിയേ, നമുക്കറിയാം സ്കാൻഡിയം ഞാൻ എടുക്കാം. സ്കാൻഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 21. അപ്പോൾ സ്കാൻഡിയത്തിൽ കാണുന്ന ഇലക്ട്രോൺസും എത്രയാണ്? 21 ഇലക്ട്രോൺസ് ഉണ്ട്. നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പഠിച്ചല്ലോ. എങ്ങനെയായിരുന്നു? 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d1. ഇങ്ങനെയായിരുന്നു നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പഠിച്ചത്. ഈ സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സ്കാൻഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 21. 21-ന് തൊട്ട് മുൻപ് വരുന്ന നോബിൾ ഗ്യാസ് ഏതാണ്? ആർഗൺ ആണ്. ആർഗൺ എത്രയാണ്? 18 അറ്റോമിക് നമ്പർ. അപ്പോൾ ആർഗണിൽ കാണുന്ന ഇലക്ട്രോൺസും എത്രയാണ്? 18 ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ ഓർക്കണം, സ്കാൻഡിയം ഏത് എലമെൻ്റ് എടുത്താലും ആ എലമെൻറ്റിന് തൊട്ട് മുൻപ് വരുന്ന നോബിൾ ഗ്യാസ് ഇവിടെ ആർഗൺ ആണ്. ആർഗണിന് എത്ര ഇലക്ട്രോൺ ഉണ്ട്? 18 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ സ്കാൻഡിയത്തിൽ 18 ഇലക്ട്രോൺസിന് പകരം നമുക്ക് ആരെ കൊടുക്കാൻ പറ്റും? ആർഗണിനെ കൊടുക്കാൻ പറ്റും. അപ്പോൾ നോക്കിയേ, 1s2, 2s2, 2p6, 3s2, 3p6. ഇവിടെ വരെ എത്തിയപ്പം ടോട്ടൽ എത്ര ഇലക്ട്രോൺ ആയി? 18 ഇലക്ട്രോൺസ് ആയി. അപ്പോൾ നമുക്കിനി 18 ഇലക്ട്രോൺസിന് പകരം ആരെ കൊടുക്കാൻ പറ്റും? ആർഗണിനെ കൊടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ എഴുതും? ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് നമ്മൾ ആർഗൺ എഴുതണം. എന്നിട്ട് ബാക്കി എത്ര എണ്ണം ഉണ്ട്? 4s2, 3d1 എന്ന് എഴുതണം. അപ്പം സ്കാൻഡിയത്തിൻ്റെ സിംപ്ലസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചോദിച്ചാൽ ആർഗൺ 4s2, 3d1 എന്നായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. നമുക്ക് മഗ്നീഷ്യം എഴുതാം. മഗ്നീഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ 12. അപ്പോൾ എത്ര ഇലക്ട്രോൺസ് കാണും? 12 ഇലക്ട്രോൺസ് കാണും. എങ്ങനെ എഴുതാം? 1s2, 2s2, 2p6, 3s2 എന്ന് എഴുതാം. എഴുതാമല്ലോ. ഓക്കെ, മഗ്നീഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ 12. 12-ന് തൊട്ട് മുമ്പ് വരുന്ന നോബിൾ ഗ്യാസ് ഏതാണ്? നിയോണ്. നിയോണിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 10. അപ്പോൾ നിയോണിൽ കാണുന്ന ഇലക്ട്രോൺസും 10. അപ്പോൾ മഗ്നീഷ്യത്തിലെ 10 ഇലക്ട്രോൺസിന് പകരം നമുക്ക് ആരെ എഴുതാൻ പറ്റും? നിയോണിനെ എഴുതാൻ പറ്റും. അപ്പോൾ നോക്കിയേ, 1s2, 2s2, 2p6 വരെയാകുമ്പം ടോട്ടൽ 10 ഇലക്ട്രോൺസ് ആയി. അപ്പോൾ ഈ 10 ഇലക്ട്രോൺസിന് പകരം ഇനി ആരെ കൊടുക്കാം? നിയോണിനെ കൊടുക്കാം. അതെങ്ങനെ എഴുതാം? ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് നമ്മൾ നിയോൺ എഴുതണം. അപ്പോൾ നിയോൺ എഴുതിയിട്ട് ബാക്കി ഇനി എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? നിയോൺ വരെ 10 ഇലക്ട്രോൺ, മഗ്നീഷ്യത്തിൽ 12 ഇലക്ട്രോൺ. ഇനി എത്ര ഇലക്ട്രോണിനെ കൊടുക്കണം? നമ്മുടെ 3s-ലുള്ള 2 ഇലക്ട്രോൺസിനെ കൂടെ കൊടുക്കണം. അപ്പം മഗ്നീഷ്യത്തിലെ ഇലക്ട്രോൺസ് എത്രയാണ്? നിയോൺ 3s2 എന്ന് വരും.